പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലതും മനോഹരവുമായ ഈ സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വൈകുന്നേര വേളയിൽ ദൈവസന്നിധിയിൽ ദൈവവചനവുമായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല മുഖാന്തരത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേക റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗ്രൂപ്പ് അഡ്മിൻസിനും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് പ്രകാരം ഒരു അവസരം ഒരുക്കിയതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വൈകുന്നേര വേളയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്കായി ഒരു തിരുവചന ഭാഗം വായിക്കുന്നു. നമുക്കേവർക്കും സുപരിചിതമായ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യമാണ് ഈ വൈകിയ വേളയിൽ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യമാണ് വായിച്ചത്. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു പള്ളിപ്രമാണിയായ യായിറോസിനോട് പറയുന്ന ഭാഗമാണ് നമുക്ക് വായിക്കുവാനിടയായത്. ഏകദേശം 12 വയസ്സ് പ്രായമുള്ള മകൾ മരിക്കത്തക്ക രോഗത്താൽ പിടിപെട്ട് ആയിരിക്കുമ്പോൾ സൗഖ്യം ലഭിക്കേണ്ടതിന് വേണ്ടി, തൻ്റെ ഏകമകൾക്ക് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി യേശുവിനെ യായിറോസ് സമീപിക്കുവാനിടയായി. യേശുവിനെ സമീപിച്ച യായിറോസ് തൻ്റെ മകളുടേതായ ആ രോഗാവസ്ഥയിൽ, മരിപ്പാറായി കിടക്കുന്ന ആ അവസ്ഥയിൽ മകൾക്ക് സൗഖ്യം ലഭിക്കേണ്ടതിനായിട്ട് യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ യേശു ആ മകൾക്ക് സൗഖ്യം നൽകുവാൻ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന വഴിയിൽ അറിയിപ്പ് ലഭിച്ചു. യേശുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട, തൻ്റെ മകൾ മരിച്ചുപോയി എന്ന വർത്തമാനം കേൾക്കുവാനിടയായി. മകൾ മരിച്ചുപോയി എന്ന വർത്തമാനം കേട്ടപ്പോൾ യേശു ആ യായിറോസിനോട്, പള്ളിപ്രമാണിയായ ആ മനുഷ്യനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവാത്മാവ് ഇന്ന് നമ്മളോടും അറിയിക്കുന്നത്, നാം ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ ഭാഗം നാം വായിച്ചു വരുമ്പോൾ 8-ാം അധ്യായം അതിൻ്റെ 40 മുതലുള്ള ഭാഗം നാം വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു ഗെരസേന്യ പ്രദേശത്തിൽ നിന്നും മടങ്ങി വന്നപ്പോൾ യേശുവിനെ പുരുഷാരം സന്തോഷത്തോടെ കൈക്കൊള്ളുവാനിടയായി. യേശുവിൻ്റെ വരവിന് വേണ്ടി വലിയൊരു കൂട്ടം ജനം അവിടെ കാത്തിരിക്കുകയാണ്. തങ്ങളുടെ വിഷയങ്ങൾക്കൊരു പരിഹാരമാകുവാൻ യേശുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് യേശു തങ്ങളുടെ നടുവിൽ കടന്നു വന്നാൽ അത് തങ്ങൾക്ക് വലിയ ആശ്വാസമാണ്, വിടുതലാണ്. യേശുവിൻ്റെ സാന്നിധ്യം തങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമാണ് എന്ന് മനസ്സിലാക്കിയ ആ ജനം യേശുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യേശു അവിടെ അടുക്കൽ വന്നപ്പോൾ സന്തോഷത്തോടെ പുരുഷാരം യേശുവിനെ കൈക്കൊണ്ടു. തുടർന്നാണ് നാം വായിക്കുന്നത് യായിറോസ് യേശുവിനെ സമീപിക്കുന്ന ഭാഗം. അവിടെ യായിറോസിന്റെ ഭവനത്തിലേക്ക് യേശു വരുമ്പോൾ മറ്റൊരു ഭാഗം കൂടെ നാം വായിക്കുന്നു. 43-ാം വാക്യം മുതൽ രക്തസ്രാവം ബാധിച്ചതായ ഒരു സഹോദരി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗവും നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ 40-ാം വാക്യം മുതൽ
56 വാക്യം വരെയും ലൂക്കോസ് സുവിശേഷം 8:40 മുതൽ 56 വാക്യം വരെയും നാം വായിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ രണ്ടുപേര് യേശുവിനെ സമീപിക്കുന്നു. ഒന്ന് പള്ളിപ്രമാണിയായ മനുഷ്യനും രണ്ടാമത് രക്തസ്രാവം ബാധിച്ചിരിക്കുന്ന സഹോദരിയും യേശുവിനെ സമീപിക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാനായി കഴിയുകയാണ്. നോക്കുക, ജീവിതത്തിൽ ഭാരത്താൽ വളരെ വലഞ്ഞതായ രണ്ടുപേരാണ് യേശുവിനെ സമീപിച്ചത്. തങ്ങളുടെ വിഷയങ്ങൾക്ക് മറ്റൊരിടവും പരിഹാരം ലഭിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയവർ തങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം യേശുവിൽ കൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന് ഉത്തമ ബോധ്യത്തോടെയാണ് അവർ യേശുവിൻ്റെ അടുക്കൽ വന്നത്. രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ളവരായിരുന്നു, രണ്ട് വ്യത്യസ്ത നിലയിലുള്ളവരായിരുന്നു യേശുവിൻ്റെ അടുക്കൽ സഹായത്തിനായി വന്നത്. ഒരാൾ പള്ളിപ്രമാണിയായ മനുഷ്യനാണ്. ഭൗതികമായി സമ്പന്നമായിരിക്കുന്ന അവസ്ഥയും നല്ല സ്ഥാനവും ഒരു പ്രധാനിയായൊരു മനുഷ്യനാണ് യായിറോസ്. ആ സഹോദരി രക്തസ്രാവം ബാധിച്ചിരിക്കുന്ന ആ സഹോദരിയുടെ അവസ്ഥ എന്ന് പറയുന്നത് നാം ഇവിടെ വായിക്കുമ്പോൾ 43 വാക്യത്തിൽ പറയുന്നു, 12 സംവത്സരമായി രക്തസ്രാവമുള്ളതും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തോളമായുള്ള ഒരു സഹോദരി എന്നാണ്. സ്തോത്രം. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, പല വൈദ്യന്മാരുടെ അടുക്കലും കടന്നുപോയി, പലരെയും ആശ്രയിച്ചു, ഒത്തിരി ചികിത്സകൾ ചെയ്തു നോക്കി, ഒത്തിരി മരുന്ന് കഴിച്ചു നോക്കി, ഒരു വിധത്തിലുള്ള വിടുതലും അവൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. മുതൽ മുഴുവനും നഷ്ടമായിട്ടും സൗഖ്യം ലഭിക്കാതെ വളരെ പരവശയായിത്തീർന്ന അല്ലെങ്കിൽ വളരെ അവശയായിത്തീർന്ന സഹോദരിയും ആ ഭൗതികമായ നിലകളിൽ ആ സമ്പന്നമായിരിക്കുന്ന അതുപോലെ പള്ളിപ്രമാണിയായ ആ മനുഷ്യനും യേശുവിനെ സമീപിക്കുകയാണ്. ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം വ്യത്യസ്തമായ മേഖലയിലുള്ളവരായിരിക്കാം. സമൂഹത്തിലെ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലോ സ്ഥാനമാനങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ആ നല്ല ഭദ്രതയുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം. പക്ഷേ അതൊന്നും നമ്മുടെ ചില വിഷയങ്ങളുടെ മേൽ പരിഹാരം വരുവാൻ കഴിയാതിരിക്കുമ്പോൾ ഭൗതികവും നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ ആ ജോലി, ആ സമ്പന്നത, ആ ഒക്കെയും കൊണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം. ആമേൻ. ഈ സഹോദരി ഒന്നുമില്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒന്നുമില്ലാത്ത അവസ്ഥയിലും അവൾക്കും യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ കഴിഞ്ഞു. ഏത് വ്യക്തിയായാലും, എത്രത്തോളം ആ വ്യത്യസ്തമായ നിലകളിൽ ഉള്ളവരായാലും, വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുന്നുവെങ്കിൽ നിങ്ങളെ അലട്ടുന്ന, ഓരോ മനുഷ്യനെയും അലട്ടുന്ന വിഷയം എന്തു തന്നെയായാലും പരിപൂർണമായ വിടുതൽ നൽകി തരുവാൻ എൻ്റെ യേശുവിനെ കഴിയുമെന്ന് ഇന്ന് നാം മറന്നു പോകുവാൻ പാടില്ല. 12 വർഷത്തോളം പ്രായമായ മകൾ വളരെ സന്തോഷത്തോടെ ആ മനുഷ്യൻ ആ മകളോടൊപ്പം ജീവിച്ചു. ആ മകൾ തനിക്ക് വലിയ ആശ്വാസവും സന്തോഷകരവുമായിരുന്നു. പക്ഷെ പെടുന്നനെ ആ രോഗത്തിന്റെ അവസ്ഥ തന്റെ മകളെ തന്നിൽ നിന്ന് മാറ്റുമോ എന്നുള്ള, മകൾ മരണപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഭയപ്പാടോടെയാണ് ആ പിതാവ് യേശുവിനെ സമീപിക്കുന്നത്. 12 വർഷമായി രോഗത്താൽ വളരെ പ്രയാസപ്പെട്ട് ഇനി ഒരു പ്രതീക്ഷയുമില്ല, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ സഹോദരി ആ യേശുവിനെ സമീപിക്കുകയാണ്. രണ്ടുപേർക്കും നിരാശപ്പെടേണ്ടി വന്നില്ല, രണ്ടുപേർക്കും ഭാരപ്പെടേണ്ടി വന്നില്ല. അവർ പ്രതീക്ഷയോടെ യേശുവിനെ സമീപിച്ചു. അവരുടെ വിഷയത്തിൽ പരിഹാരം നേടുവാനിടയായിത്തീർന്നു. സ്തോത്രം. എബ്രായലേഖനം ആ 11 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ദൈവം നൽകുമെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അവിടെ എബ്രായലേഖനം 11:6 പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ
ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, യേശുവിന്റെ അടുക്കൽ വരുന്നവൻ വിശ്വാസത്തോടെ വരുവാനിടയാകണം. ഇന്നും ആ യേശു ജീവിക്കുകയാണ്. ഇപ്പോഴും യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുന്നുവെങ്കിൽ സർവശക്തൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. അവന്റെ അടുക്കൽ വരുന്നവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ദൈവം കൊടുക്കുമെന്നും തന്റെ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം നൽകുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വേണം വരുവാൻ. ഈ രക്തസ്രാവം ബാധിച്ച സഹോദരിയാകട്ടെ, പള്ളിപ്രമാണിയായ യായിറോസ് ആകട്ടെ, രണ്ടുപേരും വിശ്വാസത്തോടെയാണ് യേശുവിനെ സമീപിച്ചത്. ലോകപരമായിട്ട് അവർക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന വൈദ്യന്മാരെ അവർ ആശ്രയിച്ചു. പലവിധമായ ചികിത്സകൾ അവർ ചെയ്തു. ഒത്തിരി മരുന്നുകൾ അവർ പ്രയോഗിച്ചു നോക്കി. ഒത്തിരി ഭൗതികമായ നന്മകളൊക്കെയും അതിനുവേണ്ടി ചെലവഴിച്ചു. പക്ഷേ അതൊന്നും കൊണ്ട് ഒരു പ്രയോജനവും അവർക്ക് ലഭിച്ചില്ല. സ്തോത്രം. ഒരു പ്രയോജനവും ലഭിച്ചില്ല. സമ്പത്ത് ചെലവഴിച്ചിട്ടും ആ മനുഷ്യരിലും വൈദ്യന്മാരിലും ആശ്രയിച്ചിട്ടും ഒരാശ്വാസവും ലഭിച്ചില്ല. അവർക്ക് ആശ്വാസം ലഭിച്ചതും അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടായതും യേശുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോഴാണ്. പ്രിയ സഹോദര, സഹോദരി, നിങ്ങളുടെ വിഷയം അത് എന്തു തന്നെയായാലും, നിങ്ങളെ അലട്ടുന്ന പ്രശ്നം അതെന്തു തന്നെയായാലും, ഏത് വിഷയത്തിനും പരിഹാരം നൽകുവാൻ ഞാൻ വിശ്വസിക്കുന്ന യേശുവിന് കഴിയുമെന്ന് ഇന്ന് വൈകിയ വേളയിൽ ഞാൻ പ്രഖ്യാപിക്കട്ടെ. സ്തോത്രം. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. വിശ്വസിക്കുമെങ്കിൽ യേശുവിൽ കൂടെ നമുക്ക് മഹത്വം കാണുവാൻ കഴിയും. സ്തോത്രം. ലാസർ മരിച്ചു, 4 നാളായി. നാറ്റം വച്ചിരിക്കുന്ന അവസ്ഥയോളം എത്തി. കല്ലറയിൽ ലാസറിനെ അടക്കം ചെയ്തു. യേശു ലാസർ മരിച്ചു 4 നാൾ കഴിഞ്ഞിട്ടാണ് ലാസറിന്റെ ഭവനത്തിലേക്ക് വരുന്നത്. ലാസറിന് 2 സഹോദരിമാരുണ്ട്. രണ്ടുപേരും വളരെ ദുഃഖിതരാണ്. തങ്ങളുടെ ഏക സഹോദരൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ അവർ വളരെ വേദനയിലായിരുന്നു, കണ്ണുനീരിലായിരുന്നു. എന്നാൽ അവരോടും യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. ഇന്നീ എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരവും ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പ് ഉണ്ടാകുമ്പോഴും, സ്തോത്രം, നമ്മൾ മാനുഷികമായ നിലയിൽ നമ്മുടെ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല എന്ന് എത്ര ഉറച്ചു വിശ്വസിച്ചാലും, പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നിയാലും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മൾ വിശ്വസിക്കുമെങ്കിൽ ദൈവത്താൽ സകലതും സാധ്യമെന്ന് ഇന്ന് ആമേൻ നാം ഓർത്തിരിക്കണം. സ്തോത്രം. ഇവിടെ തിരുവചന ഭാഗത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന സഹോദരി ഒരുപാട് തടസ്സങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് വന്നത്. പുരുഷാരം ഒരു തടസ്സമാണ്. തന്റെ രോഗം അത് രഹസ്യമായ സ്വഭാവമുള്ളതാണ്. അപ്പോൾ തന്നെ പരസ്യമായി തനിക്ക് ജനസമൂഹത്തിന്റെ മുന്നിൽ വരുവാൻ അതൊരു തടസ്സമാണ്. സ്ത്രീ എന്ന നിലയിൽ യേശുവിന്റെ സാമീപ്യത്തിൽ വന്നിട്ട് ഒന്ന് തൊടുക എന്ന് പറഞ്ഞാൽ അതും മാനുഷികമായ നിലയിൽ ഒരു തടസ്സമാണ്. എന്നാൽ ഏതൊക്കെ തടസ്സം തന്റെ മുന്നിൽ ഉണ്ട് എന്നതൊന്നും താൻ ചിന്തിച്ചില്ല. തന്റെ ചിന്ത എന്ന് പറയുന്നത് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ആത്മീകമായിട്ടും അവൾ വളരെ താണാവസ്ഥയിലേക്ക് പോയി. ശാരീരികമായി വളരെ ക്ഷയിച്ചു പോയി. ആമേൻ. അതുപോലെ തന്നെ സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ആത്മീയമായ നിലയിലും മുന്നേറുവാൻ കഴിയാതെ വണ്ണം നിരാശപ്പെട്ടിരിക്കുന്ന ആ അനുഭവത്തിലാണ് യേശുവിന്റെ അടുക്കൽ വന്നത്. യേശു ആമേൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. സ്തോത്രം. നോക്കുക, അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അതുപോലെ തന്നെ ആ പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചുപോയി എന്ന വാർത്ത ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളോട് പറയും, ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല, ഇനി ആരാധിച്ചിട്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ടും ഒരു കാര്യവുമില്ല, എത്രയോ നാളുകളായി പ്രാർത്ഥിച്ചു പരിഹാരമുണ്ടായില്ലല്ലോ, ഇനിയൊന്നും നടക്കുവാൻ പോകുന്നില്ല.
സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയ ഒരു സാഹചര്യമാണ് എന്ന് ചുറ്റുമുള്ളവർ നമ്മളോട് പറഞ്ഞെന്നിരിക്കാം. സ്തോത്രം. എന്നാൽ യേശു പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുവാനിടയായിത്തീരും. നിനക്ക് യേശുവിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? നിന്റെ ചുറ്റുമുള്ളവർ എന്തു പറയുന്നു എന്നതല്ല, ഇനി സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല, ഇനി പ്രതീക്ഷയ്ക്ക് വല്ല വകയുമുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല. ആഴമായൊരു വിശ്വാസം, എൻ്റെ യേശുവിന് സകലവും കഴിയുമെന്നുള്ള ആഴമായൊരു വിശ്വാസം എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ ആ യേശുവിൻ്റെ അടുക്കൽ കടന്നുപോയി ഏത് വിഷയമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, എന്താവശ്യവുമാകട്ടെ, ആമേൻ, യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കടന്നുപോയി യേശുവിനെ സമീപിക്കുമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നാം മറന്നു പോകേണ്ട. സ്തോത്രം. വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം എന്നതാണ്. സ്തോത്രം. നമ്മൾ അവിശ്വാസത്താൽ നിറയപ്പെട്ട വ്യക്തിജീവിതങ്ങളാണ്. മനുഷ്യനെപ്പോഴും അവിശ്വാസമാണ്, അല്പവിശ്വാസമാണ് മനുഷ്യനെ എപ്പോഴും അലട്ടുന്നത്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അല്പവിശ്വാസവും അവിശ്വാസവുമായിട്ടൊന്നുമല്ല, സംശയത്തോടെയല്ല നാം വരേണ്ടത്. സംശയിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്ന് യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ വിശ്വാസത്തോടെ വരണം. അവർ സംശയിക്കാതെ വണ്ണം അവർ ദൈവത്തോട് അപേക്ഷിക്കുവാനിടയായിത്തീരണം. അങ്ങനെ സംശയിക്കാതെ നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുന്നതെന്ന് ഇന്ന് നാം മറന്നുപോകേണ്ട. സ്തോത്രം. അവൻ സംശയമുള്ളവർ നടക്കുമോ നടക്കില്ലയോ, വിടുതൽ ലഭിക്കുമോ വിടുതൽ ലഭിക്കില്ലയോ, ഞാൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടാകുമോ എന്നൊക്കെയുമുള്ള ആ സംശയം നമ്മെ അലട്ടുന്നുവെങ്കിൽ നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ യേശുവിനെ സമീപിക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മാത്രമേ നാം സമീപിക്കാവൂ. എന്നാൽ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എബ്രായ ലേഖനം നാം വായിച്ചുവല്ലോ, 11:6. എന്നാൽ 11:1 നാം വായിക്കുമ്പോൾ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്നാണ്. സ്തോത്രം. അപ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. സ്തോത്രം. ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം, വിശ്വസിക്കുവാൻ കഴിയണം. ലാസർ മരിച്ചു, 4 നാളായി കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്നു, നാറ്റം വമിക്കുന്ന സാഹചര്യമൊക്കെ ആണെങ്കിലും എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കുവാൻ കഴിയണം. യേശു ഒന്ന് കൽപ്പിച്ചാൽ അവൻ ഉയർക്കുവാനിടയായിത്തീരുമെന്നത്. സ്തോത്രം. യേശു ഒന്ന് പറഞ്ഞാൽ ആമേൻ ഏത് കാര്യങ്ങളും നടക്കുമെന്നതിൽ നാം സംശയിക്കേ വേണ്ട, അത് സാധ്യമായിരിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഇവിടെ ഈ എബ്രായ ലേഖനം 11 നാം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് വിശുദ്ധന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവർ വിശ്വാസത്താൽ ദൈവത്തോടുകൂടെ നടന്നു, അവർ വിശ്വാസത്താൽ ദൈവത്തെ ആരാധിച്ചു, അവർ വിശ്വാസത്താൽ അവർ ആയിരുന്നതായ ആ മേഖലകൾ വിട്ടു, വിഗ്രഹാരാധനകളും അവർ ആയിരുന്ന പാരമ്പര്യങ്ങളും എല്ലാം വിട്ടേച്ച് വിശ്വാസത്താൽ ദൈവത്തിന്റെ പിന്നാലെ, ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരാണ്. അവർ വിശ്വാസത്തോടെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത് കൊണ്ട് അവരുടെ ജീവിതങ്ങളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ കാണുവാനിടയായിത്തീർന്നു എന്നുള്ളതാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ലോകം നമ്മെ കൈവിട്ടെന്നിരിക്കാം, വൈദ്യർ നമ്മെ കൈവിട്ടെന്നിരിക്കാം, ഡോക്ടർമാരും നമ്മെ കൈവിട്ടെന്നിരിക്കാം, ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല എന്ന് പറഞ്ഞ് നമ്മെ പറഞ്ഞയച്ചാലും നമുക്കപ്പോഴും ആശ്രയിക്കുവാൻ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവുണ്ട്. സ്തോത്രം. നമ്മുടെ യേശുവിന് കഴിയാത്തതായ ഒന്നും തന്നെയില്ല. അനേകർക്ക്
ആമേൻ ജീവിത അനുഭവങ്ങളിൽ കൂടെ ലക്ഷോപലക്ഷ ജനങ്ങൾക്ക് ഇന്നും പറയുവാൻ കഴിയും യേശു തങ്ങളുടെ ജീവിതത്തിൽ ആമേൻ പ്രവർത്തിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, രോഗമാകട്ടെ, കടബാധ്യതകളാകട്ടെ, ഭാവിയെക്കുറിച്ചുള്ള വിഷയമാകട്ടെ, എന്തു തന്നെ ആകട്ടെ, നമ്മെ അലട്ടുന്ന വിഷയം, നിങ്ങൾ ഓരോരുത്തരെയും അലട്ടുന്ന വിഷയം, അതെന്തു തന്നെ ആയാലും നിരാശപ്പെട്ടു പോകേണ്ട, ഭാരപ്പെട്ടു പോകേണ്ട. ചുറ്റുമുള്ളവർ ആമേൻ നമുക്ക് നമ്മളിൽ ഇനി ഒന്നും നടക്കത്തില്ല, നമുക്കിനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, സകലതും അസ്തമിച്ചു പോയെന്ന് ആരെല്ലാം വിലയിരുത്തിയാലും ആമേൻ പ്രിയ ദൈവ പൈതലേ, നീ നിരാശപ്പെട്ടു പോകേണ്ട. യേശുവിന്റെ വാക്കുകൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങുക തന്നെ ചെയ്യണം. നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് ആമേൻ കർത്താവ് നമ്മോട് പറയുന്നൊരു ഭാഗമാണ്. സ്തോത്രം. ജീവിതത്തിന്റെ പല മേഖലകളിൽ പലപ്പോഴും നമ്മൾ ഭയപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, അവിശ്വാസം, സംശയം ജനിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. സ്തോത്രം. എന്നാൽ അവിടെയൊന്നും നാം നിരാശപ്പെട്ടു പോകേണ്ട. യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. സ്തോത്രം. വിശ്വസിക്കുവാൻ കഴിയുമോ? യേശുവിന് ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയും എന്നതിൽ ഒരു സംശയവുമില്ല. സ്തോത്രം. ഒരു സംശയവുമില്ല. വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യതയുണ്ട്. സ്തോത്രം. വിശ്വാസം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കാട്ടത്തിയോട് നീങ്ങി കടലിൽ പോകുവാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. മലയോട് മാറുവാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. കടുകുമണി എന്ന് പറഞ്ഞാൽ അത് വലിപ്പം കുറഞ്ഞതാണ്, പക്ഷെ അതിൻ്റെ ഉള്ള് നിറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. ആമേൻ. നമ്മുടെ വലിപ്പമൊന്നുമല്ല ദൈവം നോക്കുന്നത്, പുറമേയുള്ള ആ പ്രകടനങ്ങളൊന്നുമല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം നിറഞ്ഞിരിക്കണം. അല്പം പോലും ശൂന്യതയില്ലാതെ, അല്പം പോലും ഇടമില്ലാതെ നിറഞ്ഞ നിറവിൻ്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകണം. യേശു ഒരിക്കൽ കടലിൽ മീതെ കൂടെ നടന്നു വന്നു. സന്ദർഭം നമുക്കറിയാം. യേശുവിന്റെ ശിഷ്യന്മാര് പടകിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിച്ചു. അവർ വളരെ അവശരായി. ആ കടൽ യാത്രയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വരുന്നൊരു സ്ഥിതി. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു ആ കടലിൻ മീതെ കൂടെ നടന്നു വരികയാണ്. യേശുവിനെ കണ്ട ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി. അവരോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ധൈര്യത്തോടെ വിശ്വാസത്തോടെ വരിക എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം പത്രോസ് ഇറങ്ങി നടക്കുകയാണ്. അവൻ ആ വെള്ളത്തിന്മീതെ കാലടികൾ വച്ച് മുന്നോട്ട് പോകുമ്പോൾ കൊടുങ്കാറ്റ് കണ്ട് അവൻ ഭയപ്പെട്ടു പോകുവാനിടയായിത്തീർന്നു. സ്തോത്രം. ആ ഭയപ്പെട്ടു പോയപ്പോൾ അവനിൽ സംശയം ജനിച്ചു. അവൻ ആഴത്തിലേക്ക് പോകുന്ന അനുഭവം. അവൻ നിലവിളിച്ചു, നാഥാ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. യേശു കൈ നീട്ടി പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് ചോദിച്ചു. നോക്കുക, കാറ്റ് കണ്ട്, പ്രതികൂലം കണ്ട് അവൻ ഭയപ്പെട്ടു പോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതാണ്. നമ്മൾ പലതും നോക്കി ഭയപ്പെട്ടു പോകുകയാണ്. നമ്മൾ ആ പലതിനെയും കണ്ട് ഭയപ്പെട്ടു പോകുകയാണ്. ആ ഭയം നമ്മളിൽ സംശയം ജനിപ്പിക്കുകയാണ്. വിശ്വാസത്തോടുകൂടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം ആമേൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നേർക്ക് കടന്നു വരുന്ന പല കൊടുങ്കാറ്റുകളും തിരമാലകളെയും കണ്ട് ഭയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, ഏത് കൊടുങ്കാറ്റിനെയും ഏത് തിരമാലയെയും ശാന്തമാക്കുവാൻ കഴിയുന്ന യേശു നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ നാം ഭയപ്പെട്ടു പോകേണ്ടതില്ല. ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയണം, വിശ്വസിക്കുവാൻ കഴിയണം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. സ്തോത്രം. അവിടെ പത്രോസിനോട് യേശു ചോദിക്കുന്നത്, അല്പവിശ്വാസിയെ എന്തിന് സംശയിച്ചു പോയി? നോക്കുക, ആ പ്രതികൂലം കൊടുങ്കാറ്റ് കണ്ടു, ഭയപ്പെട്ടു, അവനിൽ സംശയം കടന്നു വരുവാനിടയായി. ആ സംശയം അവന്റെ വിശ്വാസത്തോടുകൂടിയ ആ വെള്ളത്തിന്മീതെയുള്ള ആ യാത്ര
പെട്ടെന്ന് അവനെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. പക്ഷേ യേശു അവിടെയും അവനെ രക്ഷിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. യേശുവിനോട് അവൻ നിലവിളിച്ചു. ആ നിലവിളി കേട്ട കർത്താവ് അവനെ വിടുവിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. ഇന്ന് വൈകുന്നേരം പ്രിയമുള്ളവരെ, തിരുവാതിര പീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടെ, ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ കൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുമേ കർത്താവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. അവൻ യേശുവിന് വേണ്ടി വലിയൊരു കൂട്ടം ജനമാണ് കാത്തിരുന്നത്. കാരണം അവരെ അലട്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയവർ യേശുവിന് വേണ്ടി കാത്തിരുന്നു. യേശുവിന്റെ സാമീപ്യത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ആ യേശുവിന്റെ സാന്നിധ്യം അവർക്ക് വലിയ വിടുതലായി, വലിയ ആശ്വാസമായി, വലിയ സന്തോഷകരമായി, നാളുകളായി, ആണ്ടുകളായി പരിഹാരമില്ലാതിരുന്ന വലിയ വിഷയങ്ങൾക്ക് അവർക്ക് പരിഹാരം ലഭിച്ചു. വൈദ്യന്മാർക്ക് മരുന്നുകൾക്കും സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്ന രോഗങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയി. മരിച്ച യായിറോസിന്റെ മകൾക്കും ജീവൻ തിരികെ ലഭിക്കുവാനിടയായിത്തീർന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ ഈ 50-ാം വാക്യം കഴിഞ്ഞ് ലൂക്കോസിന്റെ സുവിശേഷം 8:50 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ യേശു അവിടെ പറയുന്നു, 53-ാം വാക്യത്തിൽ, അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിയുകൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ച്, ബാല എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു, അവൾ ജീവൻ പ്രാപിച്ചു. അവൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു അമ്മയപ്പന്മാരോടുകൂടെ സന്തോഷിപ്പാനിടയായിത്തീർന്നു. കർത്താവിൽ ആശ്രയിക്കുന്ന പ്രിയ ദൈവജനമേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു രക്ഷിക്കുവാനിടയായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തട്ടെ. നാം വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുക. യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തിരുവചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട്, പ്രത്യേക റോസ് ഫാമിലി ഗ്രൂപ്പിലെ പ്രിയ അഡ്മിൻ, പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ആമേൻ. നന്ദി.